ഇത് കണ്ടോ, ഇത് ഒരു നെറ്റാണ്, അതായത് മീനെ പിടിക്കാനുള്ള വല. ഇമ്മാതിരി വലകളൊക്കെ നമ്മളിവിടെ ആരംഭിച്ചു വേണം കേട്ടോ. ഇത് എന്തിനെ പിടിക്കാനെന്നറിയോ? ഞെട്ടിനെ പിടിക്കാൻ, ചെമ്മീനെ പിടിക്കാൻ. എങ്ങനെ നോക്കാം നമുക്ക്. ഞാൻ അതിൻ്റെ പേര് ചൈനക്കാരുണ്ടാക്കി തോന്നുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഗ്രീൻ ഡ്രാഗൺ. ബൂബു ഡ്രാഗൻ്റെ കഴുത്ത് പോണ പോലെ നീണ്ടിങ്ങനെ പോണ കണ്ടില്ലേ. ഇതിങ്ങനെ വെക്കുമ്പോൾ അടിക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ അതിനങ്ങ് ഡിപ്ലോയ് ചെയ്തു അത് നിവൃത്തി കടലേക്ക് ഇട്ട് കൊടുത്താൽ അതിലിങ്ങനെ ചെമ്മീനും ഞണ്ടും വന്നിങ്ങനെ നിറയും. അതായത് ചെമ്മീനിൻ്റെ സീസൺ അല്ലേ, ചെമ്മീൻ സീസൺ. അന്ന് ഈ ചെമ്മീൻ പിടുത്തക്കാരല്ലേ അവർ ഇതും കൊണ്ട് ഇറങ്ങും. ഇത് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വിഷയം. അതായത് കുറേ കെണികൾ മീനെ പിടിക്കാനുള്ള, ചെമ്മീനെ ഞണ്ടിനെ പിടിക്കാനുള്ള കെണികൾ, അതിൻ്റെ കൂടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളതൊന്നുമല്ല, 100-200 പക്ഷികൾ. ഒറ്റ പണി മതി, ഒരു കൂടിട്ട് ഗേറ്റ് ചെയ്യേണ്ട, ഒരുപാട് കൂട് ഒന്നിച്ചിടാലോ. അതായത് ഓരോ കൂടുകൾ ഇങ്ങനെ അതിൻ്റെ അറ്റം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വേഗത്തിൽ ഇങ്ങനെ കിടക്കിട്ട് നിന്നിട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് പരന്ന് കിടക്കും. ഇതിനകത്ത് എന്തെങ്കിലും കയറ്റ പിടിക്കാനുള്ള സംഭവം കാണുമായിരിക്കും. അപ്പോൾ ഇതൊരു ഫണൽ മാതിരി, കുഴൽ മാതിരി നേരെ കയറിപ്പോരും. ആര്? ചെമ്മീനും ഞണ്ടൊക്കെ. സാധാരണ മീനെ പിടിക്കൽ എങ്ങനെയാണ്? ക്ഷമയാണ് ഇതിൻ്റെ മെയിൻ ആയുധം അല്ലേ. മീൻ കിട്ടാണ്ടിരിക്കുക, ചൂടലോട്ട് അല്ലെങ്കിൽ കൂടെയും വിരിച്ച് ഇങ്ങനെ വരുമായിരിക്കും എന്നുള്ളതല്ല ഇതിൻ്റെ രീതി. ഇത് വേഗത്തിൽ കൃത്യമായിട്ടും ഇത് അങ്ങനെയൊക്കെ ആണോ എന്നുള്ളത് അതിൻ്റെ റിസൾട്ട് ഇതിലൂടെ കിട്ടുന്ന മീനിൻ്റെ എണ്ണം അത് പ്രൂവ് ചെയ്യിക്കും. ഒരു വെടിക്ക് 2 പക്ഷി. അവസാനം ചെമ്മീനും ഞണ്ടൊക്കെ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊട്ടയിൽ ഇങ്ങനെ വന്ന് വീഴും. കുറച്ച് കഴിയുമ്പോൾ ഒറ്റയടിക്ക് കൊട്ടകളൊക്കെ അങ്ങ് അറിയും. ചിലപ്പോൾ ഇതിൽ ചെമ്മീനും ക്രാബും മാത്രമല്ല, ചിലപ്പോൾ അത്ഭുതകരമായിട്ട് വേറെ ചില സാധനങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഗതികളും ഇതിൽ കിടക്കണ്ടാവും. അടിപൊളി ടെക്നിക്കല്ലേ.